അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗോപാലനും സുനന്ദയും അവരെല്ലാവരും കൂടി ഇതിൻ്റെ സത്യം കണ്ടെത്താനായി പുറപ്പെടുകയാണ്. അങ്ങനെ തങ്കത്തിൻ്റെ വീട് രാത്രി കയറുകയാണ്. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കത്തില്ല എന്ന് ഗോപാലൻ പറയുന്നു. അങ്ങനെ കൃഷ്ണയുടെ വീട്ടിലേക്ക് അവർ രാത്രി പോവുകയാണ്. അങ്ങനെ അലമാരിയൊക്കെ തുറന്ന് പരിശോധിക്കുന്നു. ആ സമയത്ത് പഴയൊരു ആൽബം കിട്ടുന്നു. അതിൽ സിദ്ധാരയുടെയും നമ്മുടെ തങ്കത്തിൻ്റെയും ഫോട്ടോ കാണുന്നു. അങ്ങനെ അതെടുക്കുന്നു. എന്നിട്ട് ഗോപാലൻ പറയുന്നു, ഇത് മതി അവരുടെ കള്ളത്തരം പൊളിക്കാൻ, എന്തായാലും ഇത് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ സിദ്ധാരയുടെ മക്കളായിരിക്കും ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ സുനന്ദയുടെ തങ്കത്തിൻ്റെ മക്കളായിരിക്കും എന്ന് ഗോപാലൻ ഉറപ്പിക്കുകയാണ്. അപ്പം എന്താണെന്ന് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഗോപാലൻ നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോയുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ലെറ്റർ താഴെ വീഴുന്നുണ്ട്. അവരത് കാണുന്നില്ല. അപ്പോൾ അവരത് അവിടെ വെച്ചിട്ട് പോകുന്നു. പിന്നീട് നമ്മുടെ നവീൻ്റെയും ഗാദിയുടെയും കല്യാണം നിശ്ചയ തീയതി എടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാനായി നമ്മുടെ നവീൻ്റെ അമ്മ വന്ന് സിതാരയോട് സംസാരിക്കുന്നു. അങ്ങനെ നാഗർകോവിലാണെന്ന് പറയുന്നു. അതെല്ലാം പറഞ്ഞ് അവർ തിരികെ വരുന്നു. അപ്പം നമ്മുടെ ഗാദിക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരൊരു പുതിയ ഫാക്ടറി തുടങ്ങുന്നു. അത് നവീൻ്റെയും ഗാദിയുടെയും പേരിലായിരിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗാദിയാണെന്നുള്ള സത്യങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ കീർത്തിയും ഇവരൊക്കെ ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയും മുടക്കണമെന്നാണ് അവരുടെ ആഗ്രഹം, അതുപോലെ സിദ്ധാരയുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി അവർ തകൃതിയായി പ്ലാനുകളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ രാവിലെ കൃഷ്ണ എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അമ്മയ്ക്ക് എന്തോ ചായയും കൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണ ഈ താഴെ ഈ ലെറ്റർ വീണ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഈ ലെറ്റർ എടുത്ത് നോക്കുന്നത്, അത് ലെറ്റർ എന്ന് പറയുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളുടെ ലെറ്ററാണത്. അത് അയച്ചിരിക്കുന്നത് നമ്മുടെ തങ്കത്തിനാണ്. അപ്പോൾ അതിലൊരു ഫോട്ടോയും കാണുന്നുണ്ട്. അപ്പോൾ ഇവൾ ആ ഫോട്ടോ എടുത്താണ്. അപ്പോൾ ആ ലെറ്റർ ആദ്യം വായിക്കുന്നു. വായിച്ചതിന് ശേഷം ഈ ഫോട്ടോയും നോക്കുന്നു. അപ്പോഴാണ് നമ്മുടെ തങ്കം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തങ്കത്തിനോട് ചോദിക്കുന്നു, ഇതാരാന്ന് ചോദിക്കുന്നു. അപ്പോൾ തങ്കം ഒന്നും പറയുന്നില്ല. അപ്പോൾ പറയുന്നത്, ഇതാണോ എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തങ്കത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അവളെ അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് അച്ഛനില്ല എന്ന് പറയും. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ തങ്കം റൈസ് ആകുകയാണ്. എന്ത് പറയണം അല്ല എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ. ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണ് ഈ ഫോട്ടോ ആയിട്ട് തങ്കത്തിനടുത്ത് വരുന്നുണ്ട്, ഈ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഇതാരാണെന്നുള്ള സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോഴും സുനന്ദ തങ്കം ഒഴിഞ്ഞു മാറുകയാണ്. എന്തായാലും ഈ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. കാരണം ഗോപാലന് അതിനുവേണ്ടി ഇറങ്ങി, ഇപ്പോൾ കൃഷ്ണയും അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയും എന്തായാലും ഇത് കൃഷ്ണയോ അല്ലെ ഗോപാലൻ നായരോ ഈ സത്യം കണ്ടെത്തും, ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.